അടക്കമുള്ള ആൾക്കാർക്ക് ലൊക്കേഷൻ അടക്കം ഡേറ്റ് അടക്കം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവൻ വിളിച്ച മീഡിയക്കാര് തന്നെയാണ് രേണുവിന് അവസാനമായിട്ട് രക്ഷകരായിട്ട് എത്തിയത്. സത്യമായിട്ട് അല്ലെങ്കിൽ എന്നെ അവർ കൊന്നേനെ, അവിടെ ഒന്നെങ്കിൽ കൊന്നേനെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ ചെയ്തേനെ. പിന്നെ ഒരു പാവം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എന്ത് ചെയ്യാനെ, ചേച്ചി നിന്ന് അയാൾ സീൻ പറയുമ്പോ ആ ചേച്ചി എന്റെ കൂടെ അടുത്തുണ്ട്. ചേച്ചി കണ്ണുകൊണ്ട് ഇങ്ങനെ നിറയും, രേണു ചെയ്യല്ലേ ഞാൻ പറഞ്ഞ ഒരിക്കലും ചെയ്യത്തില്ല ചേച്ചി. അവൻ സീൻ പറയാ, പച്ചയ്ക്ക് പറയാം. ഞാൻ പറഞ്ഞ ചേട്ടൻ ഇപ്പോഴല്ലേ ഈ സീൻ പറയുന്നത്, നടക്കത്തില്ലെന്ന്. മുന്തിരി പുക്കിളി വെച്ചിട്ട് അവൻ കടിച്ചെടുക്കുക, ഇതൊക്കെ എവിടുത്തെ ന്യായമാണ്? ഇവന്റെ ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഞാൻ പറഞ്ഞു, അത്രയും ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ എന്നിട്ട് പോലും മാന്യമായിട്ടാണ് ലാസ്റ്റ് എനിക്ക് സഖി കെട്ടിട്ടാണ് ഞാൻ അത്ര ബഹളം വെച്ചത്. ആ വ്യക്തമായിട്ട് ആ വീഡിയോക്കകത്ത് അവൻ അയച്ച വീഡിയോക്കകത്തുണ്ട് എനിക്ക് ഈ ഡ്രസ്സിനകത്ത് ചെയ്യാൻ പറ്റൂലെന്ന് തന്നെയാണ് ഞാൻ ബഹളം വെക്കുന്നത്. അല്ലാതെ ഇവൻ പറയുന്ന പോലെ. പിന്നെ ഇവനൊരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. എന്നെ കയറ്റിയത് ജിന്നെന്ന് പറയുന്ന ഡയറക്ടറിന്റെ ആൽബം കരിമിഴി കണ്ടാലേ, അല്ലാതെ ഇവന്റെ കുണുങ്ങി ആൽബത്തിലല്ല ഞാൻ കയറിയത്. ഇവൻ എന്നെ ഒരു കോപ്പിലും കയറ്റില്ല. കുണുങ്ങി ആൽബം അന്ന് ഇറങ്ങിയപ്പോ ജിന്നിന്റെ ആൽബം ഹിറ്റായി നിൽക്കുക, മില്യൺസ് അടിച്ച് കയറി നിൽക്കുക. നിങ്ങൾക്കൊക്കെ, നിങ്ങൾ എല്ലാവർക്കും അറിയാം, ജിന്നിന്റെ ആൽബത്തിലാണ് എന്നെ കണ്ടതും കരിമിഴി കണ്ണാലേ ഞാൻ ഹിറ്റായതും. ഞാൻ ആ ആൽബത്തിലാണ്, അല്ലാതെ ഇവന്റെ ആൽബത്തിലല്ല. ഇവൻ ഇത്ര ചതി ഈ തെറുത്താത്തയായിട്ട് കൂടിച്ചേർന്ന് ഇത്ര ചതി ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര വൃത്തികെട്ട രീതിയിൽ അവനോട് ഞാൻ പറയുന്നത്. അല്ല ഞാനിത് മിണ്ടാതിരിക്കും. ഈ മീഡിയക്കാരും എന്നോട് ചോദിച്ചില്ലല്ലോ. നമുക്ക് ഈ ആൽബത്തിനും അവർക്ക് ഒരു പ്രശ്നം വരാതിരിക്കാനാണ് നിങ്ങൾ ആരും ഇതിപ്പോ അവര് പറഞ്ഞല്ലോ വീഡിയോ എടുത്തില്ല. പക്ഷെ ഇവര് അതിബുദ്ധിമാന്മാരാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ വീഡിയോ എടുത്തത്. അപ്പൊ എനിക്ക് മനസ്സിലായി എവിടെയോ എന്തോ ചതിയുണ്ട്. ഞാൻ എന്തായാലും ആ ഡ്രസ്സ് ഇവർ ഈ പറഞ്ഞ വൃത്തികെട്ട ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ അഭിനയിക്കത്തില്ലെന്ന് തന്നെ ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്.